പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന ചില പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്കായി നൽകുകയാണ്. ഹരണക്രിയ കൃത്യമായി ചെയ്യാൻ അറിയാത്ത കുട്ടികളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് എങ്ങനെയാണ് രണ്ടക്ക സംഖ്യകളുടെയും മറ്റും ഹരണം ചെയ്യുന്നത് എന്നതുകൂടി ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവം വീഡിയോ കാണുകയും അതിനുശേഷം നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത് അയച്ചു തന്നിരുന്ന പ്രവർത്തനങ്ങൾ ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കുകയും ചെയ്യുക. ആദ്യമായി നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഒന്നാമതായി നൽകിയിരുന്ന ഒരു പ്രവർത്തനം ഒരു ടേബിൾ പൂർത്തിയാക്കാനായിട്ടുള്ളതാണ്. ചില സംഖ്യകളെ ഹരിക്കുമ്പോൾ ഹരണഫലം കൂടാതെ സിസ്റ്റം കൂടി ലഭിക്കും എന്ന കാര്യം വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ക്ലാസ്സിൽ നാം കണ്ടിരുന്നു. അങ്ങനെയുള്ള ചില സംഖ്യകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചില സംഖ്യകളെ ഹരിക്കുമ്പോൾ സിസ്റ്റം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ സിസ്റ്റം 0 എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഹരിക്കപ്പെടുന്ന സംഖ്യ അഥവാ ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. ഹരിക്കുന്ന സംഖ്യ അഥവാ ഡിവൈസർ, അതുപോലെ ഹരണഫലം കോഷ്യന്റ്, സിസ്റ്റം, റിമൈൻഡർ എന്നിവ നൽകിയിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്തു നൽകിയിട്ടുണ്ട്. 56 ഹരിക്കുന്ന സംഖ്യ 8 ഹരണഫലം നമുക്കറിയാം. 8ൻ്റെ ഗുണന പട്ടിക നമുക്കറിയാവുന്നതാണ്. 7 ഗുണം 8 56 എന്നറിയാം. അപ്പോൾ ഇവിടെ സിസ്റ്റം ആയിട്ട് 0 വരിക. അടുത്ത സംഖ്യയിലേക്ക് വരാം. 369 ഭാഗം 3. 369നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? ഹരണക്രിയ അത്ര വശമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണ് 369നെ 3 കൊണ്ട് ഹരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം 369 എന്ന സംഖ്യ എഴുതുക. അതിനുശേഷം ഹരിക്കേണ്ട 3 എന്ന സംഖ്യ ഇങ്ങനെ എഴുതുന്നു. ഈ ഹരണക്രിയ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചതുപോലെ ഈ ഒന്നാമത്തെ സംഖ്യ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സംഖ്യ 3 ഈ 3ൽ എത്ര തവണ 3 അടങ്ങിയിട്ടുണ്ട് എന്ന് നാം നോക്കുന്നു. നമുക്കറിയാം 3ൽ ഒരു തവണയാണ് 3 അടങ്ങുക. അതുകൊണ്ട് ഹരണഫലം എഴുതുന്ന ഭാഗത്ത് 1 എന്ന് എഴുതുന്നു. അതിനുശേഷം ഈ 1 ഗുണം 3 ആ സംഖ്യ ഇവിടെ എഴുതുന്നു. 1 ഗുണം 3 3 തന്നെയാണ്, അത് ഇവിടെ എഴുതുന്നു. അതിനുശേഷം ഈ 3ൽ നിന്നും ഈ 3നെ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ മുകളിലത്തെ സംഖ്യയിൽ നിന്നും താഴത്തെ സംഖ്യ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 0 കിട്ടും. അങ്ങനെ 0 കിട്ടിയതിന് ശേഷം നമ്മൾ ഈ സംഖ്യ താഴേക്ക് ഇറക്കി എഴുതുന്നു. രണ്ടാമത്തെ സംഖ്യ താഴേക്ക് ഇറക്കി എഴുതുന്നു. ഈ രണ്ടാമത്തെ സംഖ്യയിൽ നമ്മൾ ഹരിക്കുന്ന സംഖ്യ അടങ്ങുമോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ളിൽ എത്ര തവണ ഈ 3 ഉണ്ട് എന്ന് നോക്കുന്നു. 3 ഗുണം 2 ആണ് 6 എന്ന് നമുക്കറിയാം, അല്ലേ? അതുകൊണ്ട് 2 എന്ന് പറയുന്നത് ഹരണഫലത്തിൻ്റെ കോളത്തിൽ എഴുതുന്നു. 2 ഗുണം 3 6 എന്നുള്ളത് ഗുണിച്ച് ഇവിടെ എഴുതുന്നു. 2 ഗുണം 3 6 എന്നത് ഈ 6ൻ്റെ താഴെയായിട്ട് എഴുതുന്നു. അതിനുശേഷം 6ൽ നിന്ന് 6 കുറയ്ക്കും. 6ൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും? 0 കിട്ടുക എന്ന് നമുക്കറിയാം. വീണ്ടും ഒരു സംഖ്യ കൂടി ഇവിടെ ബാലൻസ് ആയിട്ടുണ്ട്. ഈ സംഖ്യയെ നാം താഴേക്ക് ഇറക്കി എഴുതുന്നു. 9. 9നെ താഴേക്ക് ഇറക്കി എഴുതിയിട്ട് 3 9ൽ എത്ര തവണ ഉണ്ട് എന്ന് നോക്കുന്നു. 3ൻ്റെ ഗുണനപ്പട്ടിക എല്ലാവർക്കും അറിയാവുന്നതാണ്. 3 ഗുണം 3 ആണ് 9 എന്നറിയാം. അതുകൊണ്ട് 3 ഗുണനഫലത്തിൻ്റെ കോളത്തിൽ എഴുതുന്നു. 3 ഗുണം 3 9 എന്നുള്ളത് വീണ്ടും താഴേക്ക് ഗുണിച്ച് എഴുതുന്നു. 3 ഗുണം 3 9 എന്ന് ഗുണിച്ച് താഴേക്ക് എഴുതുന്നു. ഈ 9ൽ നിന്ന് 9 കുറയ്ക്കുന്നു. 9ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0 കിട്ടുക. അതുകൊണ്ട് 369നെ 3 കൊണ്ട് ഹരിച്ചാൽ 123 എന്ന ഉത്തരവും കിട്ടും. അതുകൂടാതെ സിസ്റ്റമായിട്ട് 0 കിട്ടും. അപ്പോൾ ഉത്തരം 123, സിസ്റ്റം 0. ഇതേ രീതിയിൽ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി ചെയ്തു നോക്കുക. 486 ഭാഗം 4 121 സിസ്റ്റമായിട്ട് 2 ലഭിക്കും. എങ്ങനെയാണ് സിസ്റ്റം ലഭിക്കുക? അവസാനം വരുന്ന സംഖ്യകളിൽ നിന്ന് പരസ്പരം കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് സിസ്റ്റം. അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ 2 ആണ് ഇവിടെ കുറച്ച് കിട്ടുന്നത്, 2നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അത് സിസ്റ്റമായിട്ട് വരികയും ചെയ്യുന്നു. അടുത്തത് നോക്കാം. 448നെ എന്തോ സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ ഹരണഫലം 7 ലഭിച്ചു. സിസ്റ്റം എത്രയാണ് എന്ന് അറിയുകയുമില്ല.
എന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ ക്രിയ നേരെ തിരിച്ചു തന്നെ ചെയ്താൽ മതി. 448 ഭാഗം 7. 448നെ 7 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ 64 കിട്ടും. സിസ്റ്റം 0 കിട്ടുക. അപ്പോൾ ഈ കണക്ക് നേരെ തിരിച്ചു ചെയ്യുമ്പോഴോ 448 ഭാഗം 64 സമം 7, സിസ്റ്റം 0 എന്ന് കിട്ടും. 948 ഭാഗം 12. ഈ കണക്ക് രണ്ടക്ക സംഖ്യകളെ ഹരിക്കാൻ അറിയത്തില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഈ കണക്ക് അല്പം കൂടി വിശദീകരിച്ചു പറയുകയാണ്. 948 ഭാഗം 12 എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഹരിക്കേണ്ട സംഖ്യ നമ്മൾ എഴുതുന്നു, അതിനെ ഹരിക്കുന്ന സംഖ്യയും ഇങ്ങനെ എഴുതുന്നു. ഇതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 94ൽ 12 എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് നോക്കുന്നു. 12ന്റെ ഒന്നും ഗുണന പട്ടിക എല്ലാവർക്കും അറിയില്ലായിരിക്കും. അതുകൊണ്ട് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? നാം 10 വരെയുള്ള ഗുണനപ്പട്ടികയാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് 12ന്റെ ഗുണനപ്പട്ടിക നാം എഴുതിയിട്ടുണ്ടാക്കുക തന്നെ വേണം. അങ്ങനെ ഒരു മനക്കണക്ക് കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കണക്കുകൾ എളുപ്പമാവുകയുള്ളൂ. 12 ഗുണം 1 സമം 12, 12 ഗുണം 2 സമം 24 എന്ന് എഴുതി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം നാം എഴുതേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ 94, അതിനു മുൻപായിട്ട് ഈ 12 9ൽ അടങ്ങുമോ എന്ന് നാം നോക്കണം. നമുക്ക് മനസ്സിലാവും 9 എന്ന് പറയുന്നത് 12നേക്കാൾ ചെറിയ സംഖ്യയാണ്. അതുകൊണ്ട് 12 9ൽ ഒതുങ്ങുകയില്ല, അടങ്ങുകയില്ല. അതുകൊണ്ട് അടുത്ത സംഖ്യ കൂടി നാം എഴുതുന്നു, 94. 94 എന്ന് പറയുന്ന സംഖ്യയിൽ എത്ര 12കൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 12 ഗുണം 1 എന്ന രീതിയിൽ ചെയ്തു നോക്കുക. ഏതാണ്ട് ഒരു ഊഹം വെച്ച് ഞാൻ ആരംഭിക്കുകയാണ്. 12നെ ഞാൻ ആദ്യം 5 കൊണ്ട് ഒന്ന് ഗുണിച്ചു നോക്കുന്നു. അപ്പോൾ 60 കിട്ടി. 12നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 കിട്ടുന്നു. അടുത്ത സംഖ്യ 7 കൊണ്ട് ഗുണിച്ചു നോക്കാം. 12 ഗുണം 7 84. അപ്പോൾ 84ഉം 94ഉമായിട്ട് ഏതാണ്ട് അടുത്തടുത്ത സംഖ്യകളായിട്ടാണ് വരിക. 84 ആയിരിക്കും എന്ന് തോന്നുന്നു. എങ്കിലും സംശയമുള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ ഗുണിച്ചു നോക്കാം. 12 ഗുണം 8 സമം 96. അപ്പോൾ 96 എന്ന് പറയുന്നത് 94നേക്കാളും വലിയ സംഖ്യയാണ്. അപ്പോൾ ഈ 12 94ൽ എത്ര പ്രാവശ്യം അടങ്ങിയിട്ടുണ്ട്? 12 ഗുണം 7 84 എന്നുള്ളതാണ് ശരി. അപ്പോൾ നാം എന്ത് ചെയ്യുന്നു? 7 എന്ന് മനസ്സിലാക്കി ഉത്തരത്തിൽ 7 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് 12നെ 7 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതുന്നു. 12 ഗുണം 7 എത്രയാണെന്ന് ഇവിടെ ഗുണിച്ചു വെച്ചിട്ടുണ്ട്, 84. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 94ൽ നിന്നും 84 കുറയ്ക്കുന്നു. 4 മൈനസ് 4 0, 9 മൈനസ് 8 1, അതായത് 10 എന്ന് ലഭിക്കും. വീണ്ടും അടുത്തതായി ഈ അവസാനത്തെ സംഖ്യ 8 അത് നേരെ താഴെ ഇറക്കി ഇവിടേക്ക് എഴുതുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. 108. 108ൽ എത്ര തവണ 12 അടങ്ങിയിട്ടുണ്ടെന്നറിയാം. ഇവിടെ നമ്മൾ ഓൾറെഡി 12 ഗുണം 8 വരെ ഗുണിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എന്ത് ചെയ്യണം? 12 ഗുണം 9 കണ്ടുപിടിക്കണം. 12 ഗുണം 9 108 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടി. 12 ഗുണം 9 ആണ്. അതുകൊണ്ട് 9 ഇവിടെ എഴുതുന്നു. 9 ഗുണം 12 സമം 108 എന്നുള്ളത് ഇവിടെയും എഴുതുന്നു. ഈ 108നെ 108ൽ നിന്നും കുറയ്ക്കും, 0 എന്ന് തന്നെ കിട്ടും. അതായത് 948നെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 79 ഉത്തരവും 0 ശിഷ്ടവും കിട്ടും. ഹരണക്രിയ എന്നിട്ടും ക്ലിയർ ആവാത്തവർ ഈ വീഡിയോ ഈ ഹരിക്കാൻ തുടങ്ങിയ ഭാഗം മുതൽ ഒന്നുകൂടി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം ഇത്രയുമാണ്. 948 ഭാഗം 12 സമം 79, ശിഷ്ടം 0. ഇവിടെ ഹരിക്കപ്പെടുന്ന സംഖ്യയാണ് തന്നിട്ടില്ലാത്തത്. ഹരിക്കുന്ന സംഖ്യയും ഹരണഫലവും ശിഷ്ടവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? എളുപ്പമാർഗമാണ്. 16 ഗുണം 23 കണ്ടുപിടിച്ചാൽ മതി. 16 ഗുണം 23 എത്രയാണ്? 368 ആണ്. ആ കൂട്ടത്തിൽ ശിഷ്ടമായിട്ട് ലഭിക്കുന്ന 8 കൂടി കൂട്ടിയാൽ നമുക്ക് 376 എന്ന് ലഭിക്കും. 4736 ഭാഗം 15 315 ആണ്. ശിഷ്ടമായിട്ട് 11 ലഭിക്കും. അടുത്തത് നേരത്തെ കണ്ടതുപോലെ 35 ഗുണം 48 ശിഷ്ടം 0 ആണ്. അതുകൊണ്ട് 35നെ 48 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും ഇവിടെ വരിക, 1680. ഇവിടെയും ഹരിക്കപ്പെടുന്ന സംഖ്യ നൽകിയിട്ടില്ല. ഹരിക്കുന്ന സംഖ്യയും ഹരണഫലവും ശിഷ്ടവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഹരിക്കുന്ന സംഖ്യയെ ഹരണഫലം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയോട് ശിഷ്ടം കൂട്ടുന്നതായിരിക്കും ഹരിക്കപ്പെടുന്ന സംഖ്യ. അതുകൊണ്ട് 62 ഗുണം 74 അധികം 13 സമം 4601.
8365 23 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും ഹരണഫലം? 363 ശിഷ്ടം 16 ലഭിക്കും. 527 എത്ര കൊണ്ട് ഹരിച്ചാലാണ് 20 ശിഷ്ടം 7 ലഭിക്കുക? അത് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 527 20 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. 527 ഭാഗം 20 സമം 26 ശിഷ്ടം 7 എന്ന് ലഭിക്കും. അടുത്ത കണക്കിലേക്ക് പോവാം. സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് പുസ്തകങ്ങളാണ് വാങ്ങേണ്ടത്. 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണം? 1825 notebooks are to be bought for the school store. How many bundles of 24 should be bought? 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ടുകൾ ഉണ്ടെങ്കിൽ 1825 പുസ്തകം കിട്ടുമെന്നാണ് ചോദ്യം. അതിനെ എന്ത് ചെയ്താൽ മതി? 1825 25 കൊണ്ട് ഹരിച്ചാൽ മതി. 73 എന്ന് ഉത്തരം ലഭിക്കും. അടുത്ത പ്രശ്നം. ഗണിതശാസ്ത്രമേളയിൽ വിജയികളായതിന്റെ സന്തോഷം പങ്കിടാൻ സ്കൂളിലെ 768 കുട്ടികൾക്കും ലഡു നൽകാൻ തീരുമാനിച്ചു. 1 കിലോഗ്രാം ലഡുവിൽ 24 എണ്ണം ഉണ്ടാകും. എത്ര കിലോഗ്രാം ലഡു വാങ്ങണം? It was decided to give a laddu to each of the 768 children in school to celebrate the victory in math fair. There are 24 laddus in 1 kilogram. How many kilograms should be bought? എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? 1 കിലോഗ്രാമിൽ 24 എണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ 768 എണ്ണം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 768 24 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം വാങ്ങണം എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ വഴി എഴുതി തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം. ഞാനിവിടെ നമ്മുടെ വീഡിയോ നീണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വഴികളൊക്കെ ഒഴിവാക്കുന്നത്, സ്റ്റെപ്സ് ഒഴിവാക്കുന്നത്. 768 ഭാഗം 24 സമം 32 എന്ന് കിട്ടും. 32 കിലോഗ്രാം ലഡു വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ തികയും. അടുത്ത പ്രശ്നത്തിലേക്ക് വരാം. അബു ഓരോ ആഴ്ചയിലും ചെലവ് കഴിച്ച് മിച്ചം വരുന്നതിന്റെ 35 രൂപ വീതം ബാങ്കിൽ നിക്ഷേപിക്കും. ഇപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 1505 രൂപയുണ്ട്. എത്ര ആഴ്ചത്തെ സമ്പാദ്യമാണ് ഇത്? Abu decided to deposit 35 rupees in the bank each week. He has 1505 rupees in his account now. For how many weeks has he been saving? എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? വളരെ എളുപ്പമാണ്. 1505 രൂപയാണ് അയാളുടെ ബാങ്കിൽ ബാക്കിയുള്ളത്. 35 രൂപ വീതമാണ് ഒരാഴ്ച നിക്ഷേപിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ 1505 35 കൊണ്ട് ഹരിച്ചാൽ അയാൾ എത്ര ആഴ്ച ഇതുവരെ പൈസ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ക്രിയ എന്താണ്? 1505 ഡിവൈഡഡ് ബൈ 35. ഈ കണക്കുകൂടി ഗണിതക്രിയയിൽ ഹരണക്രിയ അറിയത്തില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കുകയാണ്. ശ്രദ്ധിക്കുക. എന്താണ് ചെയ്യേണ്ടത്? 1505 എന്ന സംഖ്യയെ 35 കൊണ്ട് ഹരിക്കണം. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒന്നാമത്തെ സംഖ്യയിൽ 35 അടങ്ങുമോ എന്ന് നോക്കുന്നു. ഇല്ല എന്ന് നമുക്കറിയാം, കാരണം ഇത് 1 ആണ്. അടുത്ത സംഖ്യ കൂടി എടുക്കുന്നു. 1 5 15. 15ൽ എത്ര തവണ 35 അടങ്ങിയിട്ടുണ്ട്? 15ലും 35 അടങ്ങുകയില്ല. കാരണം എന്താണ്? 15 എന്ന് പറയുന്നത് 35നേക്കാട്ടിലും വളരെ ചെറിയ സംഖ്യയാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മൂന്നാമത്തെ സംഖ്യ കൂടി എടുക്കുക. 1 5 0 150. 150ൽ 35 എത്ര തവണ അടങ്ങിയിട്ടുണ്ട്? ഇവിടെ തീർച്ചയായും 150ൽ 35 അടങ്ങിയിട്ടുണ്ടാകും. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? 35ന്റെ ഗുണനപ്പട്ടിക നമുക്കാർക്കും അറിയില്ല. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ 35 ഗുണം 1 35 ഗുണം 2 എന്ന രീതിയിൽ കണ്ടുപിടിക്കുകയാണ് എളുപ്പം. ഇവിടെ 35 ഏതായാലും 1ഉം 2ഉം ഒന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ അതിനെ 3 കൊണ്ട് തൊട്ട് ഗുണിച്ചു തുടങ്ങുന്നു. 35 ഗുണം 3 സമം 105 ആണ്. അപ്പോൾ ഇത് 105നേക്കാളും അല്പം കൂടി വലിയ സംഖ്യ ആയതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് കൂടി ചെയ്ത് നോക്കുന്നു. 35 ഗുണം 4 സമം 140. ഇനി ഒരു തവണ കൂടി ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഞാൻ ഈ ഗുണനം നിർത്തുകയാണ്. എന്നിട്ട് 35 ഗുണം 4 സമം 140 എന്നിവിടെ എഴുതുന്നു. അതായത് ഹരണഫലത്തിൽ 4 എഴുതുന്നു. 4നെ 35 കൊണ്ട് ഗുണിച്ച് ആ കിട്ടുന്ന 140 ഇവിടെ എഴുതുന്നു. ഇനി എന്ത് ചെയ്യണം? ഈ സംഖ്യയിൽ നിന്ന് ഇത് കുറയ്ക്കണം. 0ൽ നിന്ന് 0 കുറച്ചാൽ 0 കിട്ടും. 5ൽ നിന്ന് 4 കുറച്ചാൽ 1 കിട്ടും. അങ്ങനെ 10 ആണ് ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നത്. 1ൽ നിന്ന് 1 കുറച്ചാൽ 0 10. ഈ സംഖ്യ കൂടി ഇറക്കി എഴുതുന്നു. 5 കൂടി ഇറക്കി കഴിഞ്ഞപ്പോൾ 105. 35 എത്ര തവണ 105ലുണ്ട്?
നാം ആദ്യം ചെയ്ത് നോക്കിയ 35 ഗുണം 3 സമം 105 എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും 105ൽ 3 തവണയാണ് 35 ഉള്ളത്. അതുകൊണ്ട് 3 ഇവിടെ എഴുതുന്നു, 3 ഗുണം 35 105 എന്ന് ഇവിടെ എഴുതുന്നു. ഇത് തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന 0 ഇവിടെയും എഴുതുന്നു. അതായത് 1505നെ 35 കൊണ്ട് ഹരിച്ചാൽ ഉത്തരമായി 43ഉം ശിഷ്ടമായി 0ഉം ലഭിക്കും. അപ്പോൾ എന്ത് വേണം? 43 ആഴ്ചകളിലെ സമ്പാദ്യമാണ് അബുവിന്റെ ബാങ്ക് ബാലൻസിലുള്ള 1505 രൂപ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത പ്രശ്നത്തിലേക്ക് വരാം. ഒരു പഞ്ചായത്തിന്റെ കീഴിലുള്ള 14 സ്കൂളുകളിലെ ലൈബ്രറി നവീകരണത്തിന് വേണ്ടി 3,25,500 രൂപ നീക്കിവെച്ചു. ഈ തുക എല്ലാ സ്കൂളിനും തുല്യമായി വീതിച്ചാൽ ഓരോ സ്കൂളിനും എത്ര തുക വീതം കിട്ടും? എ പഞ്ചായത്ത് allotted 3,25,500 rupees for renovating the libraries of 14 schools. If this is equally divided, how much would each school get? എന്താ ചെയ്യേണ്ടത്? വളരെ എളുപ്പമാണ്. ഈ സംഖ്യയെ 14 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. 3,25,500 ഭാഗം 14 സമം 23,250 എന്ന് കിട്ടും. പഞ്ചായത്തിന്റെ കീഴിലുള്ള ഓരോ സ്കൂളിനും 23,250 രൂപ വീതം ലഭിക്കും. അടുത്ത പ്രശ്നം. ഒരു ഓഡിറ്റോറിയത്തിൽ 864 കസേരകൾ 24 വരികളിലായി നിരത്തിയിട്ടിരിക്കുന്നു. ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാതെ ഓഡിറ്റോറിയത്തിൽ 1260 കസേരകൾ കൂടി ഇടണം. ഇനി എത്ര വരികൾ കൂടി വേണ്ടിവരും? In an auditorium, 864 chairs are arranged in 24 rows. All rows have the same number of chairs. 1260 chairs more are to be put in without adding chairs to any row. How many more rows have to be added? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വരികളുടെ എണ്ണം കൂട്ടുകയാണ് ചെയ്യുക. ഒരു വരിയിലുള്ള കസേരയുടെ എണ്ണം കൂട്ടാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു വരിയിൽ എത്ര കസേരയുണ്ട് എന്ന് നോക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? 864 കസേരകൾ 24 വരികളിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വരിയിൽ എത്ര കസേര ഉണ്ടാവും? 864 ഭാഗം 24. ഒരു വരിയിൽ 36 കസേരയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എത്ര വരികൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ 1260 എണ്ണം കൂടെ കിട്ടും. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? 1260നെ 36 കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരം 35. അതായത് ഇനി 35 വരികൾ കൂടി ഇതേ രീതിയിൽ ഇട്ടാൽ 1260 കസേരകൾ കൂടി ഇടാൻ സാധിക്കും. ഈ കണക്കുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായി സ്റ്റെപ്സ് എഴുതണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. ഒരു അധിവർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട്? ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? ഹൗ മെനി വീക്സ് ആർ ദെയർ ഇൻ എ ലീപ് ഇയർ? ഹൗ മെനി മോർ ഡേയ്സ് ആർ ദെയർ? അധിവർഷത്തിന്റെ പ്രത്യേകത എന്താണ്? സാധാരണ ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. 365 ദിവസമാണ്. പക്ഷേ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ ഭൂമിക്ക് 365 ദിവസം പോരാ എന്ന് നമുക്കറിയാം. 365 ദിവസം വേണം. ഈ 1/4 ദിവസത്തെ നമ്മൾ സാധാരണ വർഷങ്ങളിൽ ഉൾപ്പെടുത്താറില്ല. പകരം 4 വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ ഈ 1/4 വർഷങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു വർഷത്തിന്റെ കൂട്ടത്തിൽ കൂട്ടും. അപ്പോൾ അതിവർഷത്തിൽ ഒരു എത്ര ദിവസം വരും? 366 ദിവസമാണ് വരിക. അങ്ങനെയാണെങ്കിൽ അതിവർഷത്തിൽ എത്ര ആഴ്ചയുണ്ടെന്നുള്ളതാണ് ചോദ്യം. ബാക്കി എത്ര ദിവസം ഉണ്ടെന്നും. 366നെ ഒരാഴ്ച എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 7 ദിവസമാണ്. അതുകൊണ്ട് 366നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 52 എന്നുത്തരം കിട്ടും. ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? ശിഷ്ടമായിട്ട് കിട്ടുന്നതാണ് ബാക്കിയുള്ള ദിവസങ്ങൾ. 366 ഭാഗം 7 സമം 52ഉം ശിഷ്ടം 2ഉം ലഭിക്കും. അപ്പോൾ ബാക്കി 2 ദിവസങ്ങൾ കൂടിയാണ് ഉള്ളത്.